ബീഹാറിൽ ജൻസുരാജ് പാർട്ടി നേതാവ് മരിച്ചത് വെടിയേറ്റല്ലെന്ന് പോസ്റ്റ്മോർട്ടം നിഗമനം. ദുലാർ ചന്ദ് യാദവിൻ്റെ കാലിലാണ് വെടിയേറ്റത്. ഇത് മരണകാരണമല്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു. ശ്രീനാഥ് ചന്ദ്രൻ ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, ഇതുവരെയുള്ള വിശ്വാസം വെടിയേറ്റ് മരിച്ചു എന്നായിരുന്നു. എപ്പോൾ അങ്ങനെയല്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തീർച്ചയായും SKN ഇപ്പോൾ മൊഖാമ മണ്ഡലത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. അവിടെ ജൻസുരാജ് പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവാണ്, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ദുലാർ ചന്ദ് യാദവ്. അദ്ദേഹത്തെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ജൻസുരാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനിടെ ആക്രമിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് വെടിയേറ്റു, വെടികൊണ്ട് അദ്ദേഹം മരിച്ചു എന്നതായിരുന്നു ആദ്യം വന്ന വിവരങ്ങൾ. അദ്ദേഹത്തിന് വെടിയേറ്റു എന്നത് നേരാണ്, പക്ഷേ ആ വെടിയേറ്റത് അല്ല മരണകാരണം എന്നതാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലിലാണ് വെടിയേറ്റത്. വെടിയുണ്ട തുളച്ച് അപ്പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അതൊരു മരണകാരണമായി മാറിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നതടക്കമുള്ള വാദങ്ങൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ തന്നെ ഈ സംഭവത്തിന് സാക്ഷികളായ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. രണ്ട് പാർട്ടികളുടെ പ്രചാരണ വ്യൂഹം ഒരുമിച്ച് ഒരിടത്ത് എത്തിയപ്പോഴാണ് ഈ സംഘർഷം ഉണ്ടാവുന്നത്. ജൻസുരാജ് പാർട്ടിയുടെ പ്രചാരണ വാഹനവും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ JDU സ്ഥാനാർത്ഥിയുടെ ആനന്ദ് സിംഗ് എന്ന സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വാഹനവും എത്തിയിരുന്നു. അവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടായത്. ആനന്ദ് സിംഗിന് നേരെ ഇപ്പോൾ ഏതായാലും പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റ് ഈ ഘട്ടത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.